അച്ഛനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവസാന ആഗ്രഹമായിട്ട് അച്ഛന്റെ ജോലിക്ക് ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് മരിക്കായിരുന്നില്ലേ? ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണ്ടേ മോളെ? അല്ലേലും അമ്മ എപ്പോഴും മോന്റെ സൈഡല്ലേ. ഇത് എന്തായാലും ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ആ മഹാരാജാവ് എഴുന്നള്ളി. നീ അവനെ മനപ്രയാസപ്പെടുത്തല്ലേ. അമ്മ ചുമ്മാ ഇരുന്നേ. മോളെ ഡയറക്ടർ ആങ്ങളൊന്ന് നിന്നേ. ഇതൊന്ന് വായിച്ചു നോക്ക്. അത് ശരി, അപ്പൊ ചേച്ചിയും കഥ എഴുതി തുടങ്ങിയല്ലേ? അല്ലേ ഇത്രേ ഉള്ളൂ എന്റെ ചേച്ചി. ഇതൊക്കെ ബാങ്കുകാരുടെ ഒരു വിരട്ടല്ലേ. കുടിശ്ശികൊക്കെ അടച്ച് പറമ്പിന്റെ പ്രമാണം ഞാൻ എടുത്തു തരും പോരെ. പണയം വെച്ച് ലോൺ എടുത്തത് കളിച്ചു കളയാനായിരുന്നില്ലല്ലോ. ടെലിവിഷൻ സീരിയലൊക്കെ എടുത്തില്ലേ? അത് പുറത്തു വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടി ആയിരുന്നു പേര്. പിന്നെ ദുഷ്പേര്. അമ്മ നോക്കൂ, ഒരു 6 മാസം അതിനിടയിൽ ഞാൻ ചെയ്യുന്ന പടം പുറത്തു വന്നിരിക്കും. അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ണടക്കില്ല. അമ്മേ, അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീടിന്റെ പ്രമാണം എനിക്ക്. ആ മോഹം മനസ്സിൽ വെച്ചേര്. പറമ്പിലെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന നിനക്ക് കിട്ടുമായിരുന്നല്ലോ സിനിമ പിടിക്കാനുള്ള കാശ്. കാറും കമ്പ്യൂട്ടറും ബർഗറും സ്ക്രിപ്റ്റ് എഴുതാൻ കോട്ടേജും. എടാ ഈ കിടക്കുന്നതില് കാച്ചിലേത് ചേമ്പേതെന്ന് നിനക്ക് തിരിച്ചറിയാമോ? കാച്ചിലേതാണെന്ന് ചേച്ചി പറഞ്ഞു കൊടുത്ത ചേമ്പേതാണെന്ന് സാറ് പറയൂലേ? അല്ല, ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വൈശാഖം കള്ളനൊന്നുമല്ല. അളിയൻ വിളിക്കും പറഞ്ഞേക്ക് ബാങ്കിൽ നിന്ന് പ്രമാണം ഞാൻ എടുത്തു കൊടുക്കുന്നു. പിന്നെ അമ്മേ, ഞാൻ ഡെവലപ്പ് ചെയ്ത കഥ അമ്മ ഒന്ന് കേൾക്കണം. അടുക്കളയിൽ എന്തോ പോഞ്ഞു നാറുന്നു. അമ്മേ ഒന്ന്. എടി നീ സാർ എന്നോട് പറഞ്ഞു, എനിക്കാണെങ്കിൽ ചെവി നന്നായിട്ട് കേട്ടേ കൂടാ. എന്താ പറയുന്നേ? ഇങ്ങനെ പെണങ്ങല്ലേ സാറേ, നമുക്ക് സിനിമ ചെയ്യാനുള്ളതാണ്. അതെ, സാറിന്റെ രീതികൾ തമ്മിൽ ഒരു മാച്ചിങ് ഇല്ല. സർക്കാർ ആഫീസും സിനിമാ പിടുത്തവും അത് തമ്മിൽ ഒരു യോജിപ്പില്ല. പോയി ചായ എടുത്തോണ്ട് വേടാ. ഓ, സമ്യായന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. വൈശാഖ, എന്താ അച്ഛാ? ആ പാട്ടൊന്ന് നിർത്തി നീ ഇവിടെ വന്നിരിക്കും. റീമിക്സ് ചെയ്യാൻ പറ്റിയ പാട്ടാണ് അച്ഛാ. സാഗം കിടക്കുമ്പോഴാടാ നീ മേലത്തെ കാര്യങ്ങളൊക്കെ പറയണത്. ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കടാ. ഈ അസുഖത്തിൽ നിന്ന് ഇനി മോചനമില്ല. ഞാൻ മരിച്ച നീ വേണം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ. 5 പൈസ പോലും വെറുതെ കളയരുത്. അധ്വാനിക്കണം. എന്റെ ജോലി നിനക്ക് കിട്ടും. നീ ആ ജോലിക്ക് പോണം. അച്ഛാ, എനിക്ക് സർക്കാർ ജോലി വേണ്ട. ഫിലിം ഡയറക്ടർ ആയാൽ മതി. നടക്കുന്ന കാര്യം ആഗ്രഹിക്കാവൂ. പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? മുയൽ മുക്കിയ മുയൽക്കാട്ടം ആനപ്പിണ്ടോ ആവില്ല. നീ സർക്കാർ ജോലിക്ക് പോയാ മതി. അയ്യോ, ഭാനുമതി, ശ്യാമേ, എന്തോ നിങ്ങള് ഇവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്റെ അന്ത്യാഭിലാഷമാണ്. അച്ഛാ, എനിക്ക് സ്ക്രിപ്റ്റിനും ഡയറക്ഷനും ഗോൾഡ് മെഡൽ കിട്ടിയിട്ടില്ലേ? എന്റെ സ്ക്രിപ്റ്റ് അച്ഛൻ ഒന്ന് കേൾക്കണം. അയ്യോ, വിജനമായ ഒരു സ്ഥലം. അവിടെ അച്ഛാ, 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 സാർ ചായ. ചായ ചായ. കഷ്ടം. സാർ എന്റെ വീട്ടിലും കൂടെ ഒന്ന് കഥ പറയാൻ വരുമോ? എന്റെ ഒരു മുത്തശ്ശിക്കളവിക്ക് ഒടുക്കത്തായി സാ.
വാടാ ഇവിടെ. എടാ മാപ്പ് പറയടാ. എന്താ ശിവ സാർ ഈ കാര്യത്തിൽ ഇടപെടരുത്. എടാ മാപ്പ് പറയടാ. എടാ ഏറ്റവും വിട്ട് മാപ്പ് പറയടാ. കാര്യം പറയടോ. ഹംസക്കയുടെ കടയിൽ വെച്ച് ആരോ വൈശാഖേട്ടനെ കളിയാക്കി സിനിമ പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. എല്ലാരും ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒന്ന് ചിരിച്ചു. അതിനാ ഇങ്ങനെ. എടാ ഇത് കൂടെ ചിരിച്ചവന്മാർക്കുള്ളതാ. ദാ നോക്ക്, ചിരിച്ചവന്മാരുടെ പോയി പറഞ്ഞേക്ക്. അവസാന ചിരിച്ചിരിക്കുന്ന ഈ വൈശാഖനായിരിക്കും. നീയൊക്കെ എന്റെ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുള്ളൊരു ചിരി. നീ ഇപ്പൊ ഉള്ളി ചിരിച്ചില്ലടാ. അമ്മയാണ് ചിരിച്ചില്ല. നീ ചിരിച്ചു. മാപ്പ് ചേച്ചി, മാപ്പ് ചേട്ടാ, മാപ്പ്. എന്തൊരു തലയിലെടുത്ത ഐശ്വര, കള്ളം കുടിച്ച് നാട്ടുകാരെ തല നടക്കാണോ? എന്റെ കുഞ്ഞിന്റെ ഒരു സിനിമ പിടുത്തം കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനം ഇല്ലാണ്ടായി. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, നിന്നെ പറഞ്ഞാലും സഹിക്കും. പക്ഷെ വൈശാഖ സാറിനെ പറ്റി ആരെങ്കിലും പറഞ്ഞോണ്ടല്ലോ, ആര് വേണമെങ്കിലും തല്ല. സാറിനെ കളിയാക്കുന്നവരെ ഓടിച്ചിട്ടതല്ല. സാറിന്റെ സിനിമയിൽ ഒരു ചാൻസ് തന്നാ മതി, ഒരു ഡയലോഗ്. സിനിമയ്ക്ക് വേണ്ടിയാ നാടകത്തിൽ നിന്ന് മാറി. ഇപ്പൊ നാടകവും ഇല്ല, സിനിമയില്ല. ദിവസം 3-4 നാടകം കളിച്ചോണ്ടിരുന്ന ആളാ. നല്ല നടന്റെ ഒരു ഗതികേട്. സിനിമ കിട്ടുവടേ, വൈശാഖ സാറിന്റെ സിനിമ. അതിൽ ഒരു ഡയലോഗ് ആരായിട്ട് ഞാൻ അഭിനയിക്കും സാർ. പിച്ചക്കാരൻ മുതലാളി, വില്ലൻ, നായകൻ, മണ്ടിപ്പെണ്ണെ പ്രേം നസീർ, സോമൻ, തിരുമേനി, ജയൻ, ജഗ്ഗു. പോയേ വേണ്ടേ? ഒന്ന് വന്നേ മനുഷ്യ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. നടക്ക്. അല്ല സാറേ, ആ പ്രൊഡ്യൂസറെ ഒന്ന് തല്ലിയാല പേടിപ്പിച്ച് നമുക്ക് സിനിമ എടുക്കാം. അതിലൊന്നും കയറി തലയിടരുത്, പറഞ്ഞേക്കാം. മോനെ, എന്തോ ആ ജയനെ ഒന്നോടൊന്ന് കാണിക്കാവോ? ഒന്ന് പോടോ. ഇങ്ങോട്ട് വാ മനുഷ്യ. നടക്കങ്ങോട്ട്. ഇനിയും എന്തൊക്കെയാണോ കാണ്ടി വരിക? വൈശാഖ മൂരാച്ചി, വെള്ളാനകളുടെ നേതാവ്, രാജിവെക്കു പുറത്തു പോകും, രാജിവെക്കു പുറത്തു പോകും. നിക്ക് എങ്ങോട്ടാ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വായിച്ചു നോക്ക്. ഓഫീസിൽ കൃത്യമായി എത്താത്ത ജീവനക്കാരെ പിരിച്ചുവിടുക. കേരളത്തിലെ ചലച്ചിത്ര സമൂഹം നിങ്ങളെ പൊറുക്കില്ല. ചലച്ചിത്ര സമൂഹം തന്നോടായിരിക്കും പൊറുക്കാത്തത്. എന്തായി കാണിക്കുന്നത്? എന്ത് പോക്കിരിത്തരമാണ് കാണിക്കുന്നത്? മാറി നിങ്ങൾ. സാർ പോലീസിനെ വിളിക്കണം, സാർ പോലീസിനെ വിളിക്കണം. നിക്ക്. സാർ, ഞാൻ SPPയുടെ മണ്ഡലം പ്രസിഡന്റാണ്. സാറിനെ ഞങ്ങൾക്ക് മതിപ്പാ. ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം സാറ് കേട്ട് കാണുമല്ലോ. മെഡിക്കൽ കോളേജിലെ കൈക്കൂലിക്കാരനായ ഡോക്ടർക്ക് ചെരുപ്പുമാല ഇട്ടത് ഈ ഞങ്ങളാ. ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാളെ ഈ ഓഫീസിൽ മാത്രമല്ല, ഇയാളെ വീട്ടിൽ ഞങ്ങൾ വിക്കറ്റ് ചെയ്യും. താനൊന്നും ഉണ്ടായിരുന്നേ. പ്ലീസ് നിങ്ങൾ വരൂ. വാ, താനും വാ. നടക്ക്. വൈശാഖ, വടി കൊടുത്ത് വാങ്ങിച്ച അടിയത്. എടോ, ചാനലുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞാലത്തെ സ്ഥിതി താനൊന്ന് ആലോചിച്ച് നോക്ക്. താൻ ചെരുപ്പുമാല ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ലോകം മുഴുവനും കാണും. പിന്നെ എങ്ങനെയാടോ തനിക്കൊരു സിനിമ കിട്ടുക? ഞാനൊരു ഓപ്ഷൻ വെക്കാം. താനൊരു 5 വർഷത്തേക്ക് ലീവ് എടുക്കുക. ലീവ് വിത്തൗട്ട് അലവൻസ്. അതായത് ലീവ് ഫോർ ബെറ്റർ എംപ്ലോയ്മെന്റ് വിത്തിൻ ദ കൺട്രി. അങ്ങനെയാവുമ്പോൾ തനിക്ക് സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. ചെരുപ്പൊട്ട് ദേഹത്ത് വീഴുകയില്ല. ലീവ് ആയാലും ശരി, രാജിയായാലും ശരി, ഇയാൾ കുറെ കാലം ഈ ഓഫീസിൽ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ആഗ്രഹത്തെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അച്ഛൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സിറ്റുവേഷൻ അറിയുമ്പോൾ മകൻ ലീവ് എടുത്തതിൽ അദ്ദേഹം സന്തോഷിക്കും. അതല്ല, ജോലിയിൽ തുടരാനാണ് പോവെങ്കിൽ ഞങ്ങൾക്ക് ജോലിയാകും. ദാ ലീവ് ഫോം റെഡിയാണ്. താൻ ഇതിൻ്റെ അടിയിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ഫില്ലപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഉടനെ സാങ്ഷൻ ആയിക്കോളാം. അല്ല സാർ, ലീവ് എടുത്ത് നിന്നിട്ടും പ്രൊഡ്യൂസറെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം സാർ? ഓഫീസ് കാര്യങ്ങൾ തനിക്കറിയാമല്ലോ. ഓ, അതറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ. എടോ, 5 വർഷത്തേക്ക് ലീവ് എടുത്താലും എപ്പോൾ വേണേലും ലീവ് ക്യാൻസൽ ചെയ്ത് റീജോയിൻ ചെയ്യാം. വൈശാഖൻ ഒപ്പിട്. ലീവ് എടുത്തില്ലെങ്കിലും സസ്പെൻഷൻ ഉറപ്പാ.
ഉം. ദാ. അങ്ങനെ തന്നെ. ആ, 2 വെച്ച് കൊടുക്കടാ വാസു. ആയിക്കോട്ടെ. ദാ. ഇന്നാണ് ഈ ഓഫീസിന് സ്വാതന്ത്ര്യം ഉണ്ടായത്. PSC ലിസ്റ്റ് ഇല്ലാത്ത കാരണം വേക്കൻസി എംപ്ലോയ്മെന്റിനായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത് അല്ലേ സർ? ആ, ഇന്ന് തന്നെ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ചെയ്യണം. താൽക്കാലികക്കാരനായി വരാൻ പോകുന്നവൻ കലാകാരനോ സിനിമാക്കാരനോ ആകാതിരുന്നാ മതി എൻ്റെ ഭഗവാനെ.